വിവേചനമില്ലാത്തതും സുരക്ഷിതവുമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭയമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ പ്രകടിപ്പിക്കാനും കുട്ടികൾക്ക് കഴിയുന്ന ക്ലാസ് മുറികളിലാണ് മികച്ച വിദ്യാർത്ഥികളും അധ്യാപകരും രൂപപ്പെടുന്നത്. മണ്ണാർക്കാട് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാതല പ്രവേശനോത്സവത്തിൽ വീഡിയോ സന്ദേശം മുഖേന സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളുകൾ പഠനത്തിന് മാത്രമുള്ള ഇടമല്ലെന്നും കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച പറന്നുയരാനുമുള്ള ചുവടുവയ്പ്പുകളാണ് വിദ്യാലയങ്ങളിൽ നിന്ന് ആർജിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. പാഠഭാഗങ്ങൾ തീർക്കുന്നതിനപ്പുറം കുട്ടികളുടെ ഉള്ളിലെ പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കാൻ അധ്യാപകർക്ക് സാധിക്കണം. സാങ്കേതികവിദ്യ കോർത്തിണക്കി മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനും ശ്രദ്ധിക്കണം. കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരുടെ ആത്മവിശ്വാസം തകർക്കരുത്. അവർക്ക് മികച്ച പിന്തുണ നൽകി അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും ചേർന്നു നിൽക്കണം. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹൈടെക് ക്ലാസ് മുറികളോടെയാണ് വിദ്യാലയങ്ങൾ കുട്ടികളെ വരവേൽക്കുന്നതെന്നും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് തന്നെ മാതൃകയാക്കി മാറ്റണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനുള്ള ഇടമാണ്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പറന്നു ഉയരാനുള്ള ചുവടുകൾ ഇവിടെ നിന്നും നിങ്ങൾ സ്വായത്തമാക്കണം. സ്കൂളിലേക്ക് വരുന്നത് ആനന്ദിക്കാൻ കൂടിയാണ്. പരിപാടി വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. പഠനത്തിന് പുറമെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും കലാകായിക രംഗത്തും മികവ് തെളിയിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. SSLC ജയിപ്പിച്ചു എന്നുള്ള സർവകാല റെക്കോർഡ് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് സ്വന്തമായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ പഠിക്കണം, അവർ മിടുക്കരാകണം, നല്ല സംസ്വഭാവികളാകണം, നല്ല സത്യസന്ധരാകണം, അല്ലെ? പഠിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അധ്യാപകരെ കൂടി ആദ്യം പറഞ്ഞത് എന്താ അറിയോ? നമുക്കൊരു വൃക്ഷത്തൈ നടണമെന്നാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിന് വരുമ്പോൾ ആദ്യം ചെയ്തത് വൃക്ഷത്തൈ നടുകയാണ്. ഇവിടെ വൃക്ഷത്തിന്റെ വല്ല കുറവുണ്ടോ? നൈസർഗികമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം. വ്യക്തിത്വ വികസനം, സത്യസന്ധത, സൽസ്വഭാവം തുടങ്ങിയ മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിന് മികച്ച വിദ്യാലയ അന്തരീക്ഷം സഹായിക്കുമെന്നും എം.പി. ഓർമ്മിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എൻ സരിത അധ്യക്ഷയായി. ജില്ലാ കളക്ടർ കെ സുധീർ മുഖ്യാതിഥിയായി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ നവാഗതരെ സ്വീകരിച്ചു. സ്കൂൾ ലോഗോ പ്രകാശനം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ നിർവഹിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ്, കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഓലിക്കൽ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ശശിധരൻ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.